VD ആണ് ഇനി കേരളത്തിലെ നായകൻ. 10 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം 11ാം ദിവസം ആ തീരുമാനം വന്നിരിക്കുന്നു. VD സതീശൻ ഇനി കേരളത്തെ നയിക്കും. അനുജ, ആ തീരുമാനം വന്നതിന് പിന്നാലെ ഇനി നടപടിക്രമങ്ങളുണ്ട്, സാങ്കേതികമായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നിയമസഭാ കക്ഷി യോഗം ചേരുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം, ആദ്യത്തേതും അല്ലേ? അത് വൈകിട്ട് ചേരാനിരിക്കുകയാണ്. അത് 4 മണിയാണോ 5 മണിയാണോ എന്നൊരു സംശയമുണ്ട്. അല്പസമയം മുൻപ് PC വിഷ്ണുനാഥ് 5 എന്ന് ഷഫീദ് റാവ് അതോ ഹാഷ്മിയോടാണോ ആരോടോ അങ്ങനെ പറയുന്നതായി കേട്ട്. ഏതായാലും നമുക്കതിന്റെ കൃത്യസമയമൊക്കെ അറിയേണ്ടതുണ്ട്. യോഗത്തിന് ശേഷമാകും സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവുമായി നേതാക്കൾ ഗവർണറെ കാണുന്നത്. 7:30 എന്നാണ് നേരത്തെ ഷഫീദ് അറിയിച്ചിട്ടുള്ളത്. VD സതീശൻ അല്പസമയം മുൻപ് KPCC ആസ്ഥാനത്തെത്തി. വലിയ വരവേൽപ്പ് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന് നൽകി. തുടർന്ന് ഇപ്പോൾ മുതിർന്ന നേതാക്കളെ സന്ദർശിക്കാൻ പുറപ്പെട്ടിരിക്കുന്നു. AK ആന്റണിയുടെ വസതിയിലേക്കാണ് ആദ്യം എത്തിയത്. തുടർന്ന് VM സുധീരനെ സന്ദർശിക്കും എന്നൊക്കെയുള്ളതാണ്. ആ ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എത്ര മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം? അത് 5 ആണോ 4 ആണോ? അനുജ, 4 മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് AICC നിരീക്ഷകരും ഒപ്പം തന്നെ കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും എത്തിയാൽ നിയമസഭാ കക്ഷി യോഗം തുടങ്ങാനാണ് ധാരണ. 4 മണിക്ക് നിയമസഭയുടെ പിറകിലുള്ള ബാങ്കറ്റ് ഹാളിൽ വെച്ചാണ് നിയമസഭാ കക്ഷി യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ വെച്ചാണ് VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായും മുഖ്യമന്ത്രിയുമായും ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുന്നത്. ഇതുവരെ ഹൈക്കമാൻഡ് തീരുമാനമാണുള്ളത്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് നിയമസഭാ കക്ഷി യോഗം അംഗീകാരം നൽകുമ്പോഴാണ് അതിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമായിരിക്കും സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കാണുന്നത്. 7 മണിക്കാണ് ലോക് ഭവനിൽ ഗവർണറുടെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴാണ് സമയം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നിയമസഭാ കക്ഷി യോഗത്തെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആകാംക്ഷകൾ മറ്റു ചിലതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും സീനിയർ ആയ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഈ നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് എത്തുമോ, പങ്കെടുക്കുമോ എന്നതാണ്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ തലസ്ഥാനം വിട്ട രമേശ് ചെന്നിത്തല ഹരിപ്പാട് വഴി ഗുരുവായൂരിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഗുരുവായൂരിൽ എല്ലാ മലയാള മാസം 1-ാം തീയതി അദ്ദേഹത്തിന് ദർശനം നടത്തുന്ന പതിവുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം പോയത്. എന്നാൽ നിർണായകമായ നിയമസഭാ കക്ഷി യോഗം അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടാണ് അദ്ദേഹം ഹരിപ്പാട്ടേക്കും മറ്റും പോയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് രംഗത്ത് ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് അതൃപ്തി പുകയുന്നുണ്ട്. KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന MLA മാർ ഒപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറിമാർ എന്നിവർ ഫേസ്ബുക്കിലും അല്ലാതെയുമായുള്ള പ്രതികരണങ്ങളുമായി തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ അതൃപ്തി എന്നുള്ളത് അതിൽ രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള അതൃപ്തി എന്നുള്ളത് അത് കാണാതെ പോകാൻ കഴിയില്ല. ഇന്നത്തെ യോഗത്തിൽ പോലും പങ്കെടുക്കാതെയാണ് അദ്ദേഹം അതൃപ്തി പരസ്യമാക്കിയിട്ടുള്ളത് എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.